പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സിദ്ദീഖ് മുത്തങ്ങയിൽ. എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു എമർജൻസി നമ്പർ എങ്ങനെയാണ് നമുക്ക് എമർജൻസി കോൾ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് സാധാരണഗതിയിൽ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി എന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. എമർജൻസി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 എമർജൻസി കോളുകൾ പോലീസ് സ്റ്റേഷൻ, ഫയർഫോഴ്സ് തുടങ്ങി നമ്പറിലേക്ക് നാം കോൾ ചെയ്യാറാണ് പതിവ്. പക്ഷേ നമുക്കൊരു കോണ്ടാക്റ്റ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്ന ഒരാൾക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വിവരണം. അതിനായി ഡയൽ പാഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 4 ഓപ്ഷനുകളിൽ മൂന്നാമത്തെ ഭാഗം ഗ്രൂപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഡയൽ പാഡ്, രണ്ടാമത്തേത് കോണ്ടാക്റ്റ്, മൂന്നാമത്തേത് ഗ്രൂപ്പ്. സെലക്ട് ചെയ്തതിന് ശേഷം എമർജൻസി കോണ്ടാക്റ്റ് എന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എമർജൻസി കോണ്ടാക്റ്റ് ഇത് സെലക്ട് ചെയ്യുക. ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. ഇത് സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന അത്രയും കോണ്ടാക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് എത്ര കോണ്ടാക്റ്റാണ് നമുക്ക് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനായി പേരിന് നേരെ കാണുന്ന കള്ളിയിൽ ടിക്ക് മാർക്ക് നൽകുക. ശേഷം ഏറ്റവും മുകളിൽ ക്യാൻസൽ ആഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം വലതുവശത്ത്. അതിൽ ആഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇത്ര മാത്രം നാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി എമർജൻസി കോൾ ചെയ്യാൻ. ഇനി ഏറ്റവും താഴെ കാണുന്ന എമർജൻസി കോൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാം ആഡ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റ് കാണാൻ സാധിക്കും. നമുക്ക് അതിലൊന്ന് ടച്ച് ചെയ്താൽ ഫോൺ ലോക്കിലാണെങ്കിൽ തന്നെയും ആ നമ്പറിലേക്ക് കോൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു മെസ്സേജ്, ഒരു ഫോൺ സന്ദേശം നൽകണമെങ്കിൽ ഈ എമർജൻസി കോൾ എന്ന ഒരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുന്ന ഈ ഒരു അറിവ് അത് ക്രമീകരിക്കുക. അതോടൊപ്പം മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. മറക്കരുത്, എൻ്റെ സിദ്ദീഖ് മുത്തങ്ങയിൽ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർത്തുന്നു. നന്ദി.